സ്നേഹാലോകസുമോഹനവദനാം കരുണാർദ്രാനത നയനാം രമ്യാം ശ്രുതജനപാലന വ്യഗ്രാം സൗമ്യാം അമൃതാനന്ദമയീം പ്രണമാമി. ഓം അമൃതേശ്വരിയെ നമഃ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നടക്കുന്നത്. അതിന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് എൻ്റെ പ്രണാമങ്ങൾ. വർഷങ്ങളായിട്ട് ആശ്രമത്തിൻ്റെ ഉറ്റ ബന്ധുവായ ശ്രീ രമേശ് ചെന്നിത്തലയെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ധാരാളം ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ പ്രണാമങ്ങൾ. Salutations to all the dignitaries on the dais and off the dais. Salutations to all my divine sisters and brothers. എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ഇവൻ്റെ പ്രണാമങ്ങൾ. ഓപ്പറേഷൻ തുഫാൻ, ലഹരി കൊടുങ്കാറ്റ്, അതിനെ തടയണമെങ്കിൽ ഒരു വലിയ ഓപ്പറേഷൻ കൊടുങ്കാറ്റ് വേണ്ടിവരും. ശക്തമായിട്ട് കേരളം മുഴുവൻ ആഞ്ഞടിക്കാൻ തയ്യാറായിട്ട് ഒരു ഉത്തമ ഗ്രൂപ്പ്, അതുമായിട്ട് നമ്മുടെ ശ്രീ പുട്ട വിമലാദിത്യ വളരെയധികം ഐഡിയാസ് ഉള്ള ഒരാളാണ്, എനിക്ക് അറിയുന്ന ആളാണ്. He has lot of ideas. He is strong enough to do that work here. He already started it. അദ്ദേഹത്തിന് കരുത്ത് പകരുവാൻ ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാം ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാം. അമ്മ പറയാറുണ്ട്, ശരീരം അത് ക്ഷേത്രമാണ്. നമ്മൾ കരുതുന്നതിനേക്കാൾ അനന്തമായ ശക്തി ഈ ശരീരത്തിൽ കുടികൊള്ളുന്നു. നമുക്ക് ഭൗതിക ജീവിതത്തിൽ വിജയിക്കുവാനും അതേപോലെ ജീവിതം ആസ്വദിക്കുവാനും ഈശ്വരൻ്റെ തലത്തിലേക്ക് ഉയരുവാനും എല്ലാം ശരീരത്തിൻ്റെ അനുഗ്രഹം വേണം. ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ നേട്ടങ്ങൾ കൊണ്ടൊന്നും പിന്നീട് ഒരു പ്രയോജനവുമില്ല. So we need the blessings of the body to rise up to the supreme state of perfection and also to enjoy every moment of our life. So all the achievements in life can become meaningless if something happened to our body. So try to respect your body. Don't destroy your body. You have no right to torture your body, no right to destroy your body. So protect your health. Most important. നമ്മ പറയുന്നത് നമ്മുടെ ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്. Two things are much more important. ആരോഗ്യവും പരിശുദ്ധിയും. Sustain the health, sustain your purity. That is enough to become successful in your life. ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കണം, അതേപോലെ നമ്മുടെ പരിശുദ്ധി സംരക്ഷിക്കണം. ഇതിനെ തകർക്കാൻ അങ്ങ് അകലെ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് സാധിക്കും. അങ്ങ് അകലെ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് നമ്മളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിക്കാൻ സാധിക്കും. Can you believe that? Somebody sitting far away from our country can make you commit suicide. How? What is the proof? Blue whale theory. ടീനേജേഴ്സ് ആണ് അത് ക്രിയേറ്റ് ചെയ്തത്. അകലെ ഇരുത്തുകൊണ്ട് ഒരാൾക്ക് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും, നിങ്ങളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ലഹരി, ആ ലഹരി മന്ദബുദ്ധികളാക്കുവാൻ, യുവതലമുറകളെ മന്ദബുദ്ധികളാക്കുവാൻ വേണ്ടി പ്രയോഗിക്കുന്നു. ഒരു രാജ്യത്തെ നശിപ്പിക്കുവാൻ ഇപ്പോൾ വെപ്പൺസ് ഒന്നും ആവശ്യമില്ല. യു ക്യാൻ ഈസിലി ഡിഫീറ്റ് എ കൺട്രി
if you know how to damage the brain of the youngsters. That is what is happening everywhere, all over the world. അതുകൊണ്ട് വളരെ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം, നമ്മുടെ വീട്ടുകാരെ സംരക്ഷിക്കണമെങ്കിലും സമൂഹത്തെ സംരക്ഷിക്കണമെങ്കിലും നമ്മുടെ പ്രൊഫഷൻ നന്നാക്കണമെങ്കിലും പഠിക്കണമെങ്കിലും എല്ലാം മന്ദബുദ്ധിയായി തീർന്നാൽ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിനെ ഡാമേജ് ചെയ്യുന്ന, ശരീരത്തെ തകരാറ് വരുന്ന ഒന്നും ചെയ്യരുത്. ഒരിക്കലൊരു ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ ചോദിച്ചു, ജീവിത വിജയത്തിന് എന്ത് ചെയ്യണം? അമ്മ പറഞ്ഞ ഒരു കഥയാണ്. ജീവിത വിജയത്തിന് എന്ത് ചെയ്യണം? അപ്പോൾ ഗുരു പറഞ്ഞു, ആഹാരം ശ്രദ്ധിക്കുക. എനിക്ക് ആഹാരത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ, അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ ഇല്ലേ? അപ്പോൾ ഗുരു പറഞ്ഞു, അല്ല, വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല ആഹാരം, കണ്ണിലൂടെ കാണുന്നത് ആഹാരമാണ്, ചെവിയിലൂടെ കേട്ടത് ആഹാരമാണ്, കഴിക്കുന്നതും ആഹാരമാണ്, സ്പർശിക്കുന്നത് ആഹാരമാണ്, ചിന്തിക്കുന്നത് ആഹാരമാണ്. സോ വാട്ട് എവർ കമ്മിങ് ത്രൂ അവർ മൗത്ത് alone is not food. Whatever you see, whatever you hear, whatever you touch, whatever you think, everything become food for you. All these should be pure. Then only you can become successful in your life. അപ്പോൾ കഴിക്കുന്ന ആഹാരം പരിശുദ്ധമായിരിക്കണം. എന്ത് കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കുടിക്കുന്ന പാനീയങ്ങൾ പരിശുദ്ധമായിരിക്കണം. എന്ത് കുടിക്കണ്ടെന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ മാറ്റാൻ ശക്തമാണെന്ന് അറിയണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനെ ഒരു ക്ഷേത്രം പോലെ പവിത്രമായി കാത്തു സൂക്ഷിക്കാൻ അറിയുമെങ്കിൽ anything is possible while using this body and mind. It's a gift given by God. God has given this precious instrument. If you know how to utilize it properly, a healthy body and a strong mind, anything is possible in this lifetime. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക, ഇതിൻ്റെ ട്രാപ്പിൽ കുടുങ്ങാതെ സൂക്ഷിക്കുക. അങ്ങനെ കുടുങ്ങിയവരോട് ഉപദേശങ്ങൾ നൽകുവാൻ നമ്മൾ ശക്തരാകണം. നിങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ. എന്തും സാധിക്കും എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ. ഇവിടെ ഈ സർക്കാരിൻ്റെ ഓപ്പറേഷൻ തുഫാൻ ലഹരി കൊടുങ്കാറ്റിനെ മറ്റൊരു പ്രവർത്തനം കൊണ്ട്, മറ്റൊരു കൊടുങ്കാറ്റ് കൊണ്ട് മായ്ക്കാൻ ശ്രമിക്കുന്ന ആ ഉദ്യമത്തിന് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അതിന് ജഗദീശ്വരിയായ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലെയും, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും എല്ലാവരുടെയും ഒരുമിച്ചുള്ള കൂട്ടായ സപ്പോർട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.